അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ വോയിസ് കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ. പക്ഷേ എനിക്ക് വേറെ വോയിസ് കൊടുക്കേണ്ടി വന്നു. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിതൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും പോവാം. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആയിട്ടുണ്ടാവണം. ഇത് ഐസ്ക്രീം ഒന്നും അല്ല കേട്ടോ, കാണുമ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ്. അപ്പോൾ ഞാൻ തുടക്കം തൊട്ടേ ഇതിൻ്റെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു, നമ്മളിത് കട്ടയാക്കി വയ്ക്കുന്നത്, പാലിൻ്റെ പാടം മാറ്റുന്നതൊക്കെ. പക്ഷേ അതൊന്നും ഞാൻ ഓർത്തില്ല. അടുപ്പിൽ ഈ സാധനം വന്നിരുന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യം തന്നെ ഞാൻ ആലോചിച്ചത്. പിന്നെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളൊരു പൊടിക്കൈ ഉണ്ടാക്കുന്നുണ്ട്, ചുമയ്ക്ക് വേണ്ടിയിട്ടാണ്. അച്ഛന് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പൊടിക്കൈ ഉണ്ടാക്കുന്നുണ്ട്, പനങ്കൽക്കണ്ടവും നാരങ്ങ നീരും തേനും ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട്. അപ്പോൾ നമുക്ക് ഈ നെയ്യ് ഇളക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാനേ പറ്റില്ല. അത് ഉണ്ടാക്കുന്നവർക്ക് അറിയാം അതിൻ്റെ പാടെന്താണെന്ന്. കരിഞ്ഞ് കഴിഞ്ഞാൽ ആകെ നാശമായി പോവും. അപ്പോൾ ആ ഒരു പൊടിക്കൈ നമ്മളോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി സാധനമാണ്. ആർക്കെങ്കിലും അങ്ങനെ വല്ല ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. ഉണ്ടാക്കുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ അതൊരു ത്രില്ല് തന്നെ ആവും കേട്ടോ. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ആ എണ്ണയും അതേപോലെ ആ പാട ഇങ്ങനെ മാറ്റി കളിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇളക്കി കാണിക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ തനിയെ അതിൻ്റെ കളർ ഇങ്ങനെ മാറാൻ തുടങ്ങും. ഇങ്ങനെ നോർമലി കളർ ഇങ്ങനെ മാറാൻ തുടങ്ങും. അമ്മയ്ക്ക് പിന്നെ ഇങ്ങനെ മെനക്കെട്ട പരിപാടികളിൽ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ആളങ്ങ് നിന്ന് ചെയ്തോളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടക്കുറവുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ രാത്രി നമുക്ക് ഗോതമ്പ് ദോശയായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ആ ഒരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഏകദേശം ഒരു 11:30 രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്യ് അവിടെ ആയിട്ടില്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ നമ്മൾ എത്ര മണിക്കാണ് അവിടെ കിടന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതാ ഇളക്കി അവസാനമായിട്ട് ചണ്ടിയും ബിണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടി. നമ്മൾ പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് പൊട്ടുവാണെങ്കിലും മനസ്സിലാവും അത് നോർമൽ അതിൻ്റെ നെയ്യ് പാകമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നോർമലി നമ്മളത് അരിച്ചിങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു വെളിച്ചെണ്ണ പോലെ ഒരു എണ്ണ വരുന്ന ഫീലാണ്. നമുക്ക് ആ ഒരു ഫോമിലായിരിക്കും കേട്ടോ വരിക. അപ്പോൾ അതിൻ്റെ ചണ്ടിയാണ് ഇത്. ബാക്കിയുള്ള ചണ്ടി നമ്മളിങ്ങനെ ഊറ്റി എടുക്കും. ഇപ്പോൾ ഇത് എണ്ണ പോലെ ഇരിക്കുകയാണെങ്കിലും നാളെ രാവിലെ ആകുമ്പോഴേക്കും അത് നോർമലി നല്ലപോലെ സെറ്റായിട്ട് നല്ല നെയ്യുടെ ഇതിൽ തന്നെ ആവും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെല്ലാ സാധനങ്ങളും ഈ നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പുറത്ത് നമുക്ക് നെയ്യ് മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടി സന്തോഷങ്ങൾ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത കാണുന്നത്. ടാറ്റാ ബൈ, സീ യു.